അടിപൊളി. ഇപ്പം നല്ലൊരു മൂവി കണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ ഈ സൂപ്പർ ഹീറോ മൂവീസിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നമ്മുടെ മിത്തോളജിയിൽ തന്നെ ഇതുപോലത്തെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ അത് സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നൈസ് മൂവിയാണ്. ആയിട്ടുണ്ട്. കല്യാണി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മൂവി നന്നായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ ഡിറക്ഷൻ നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയും കാലം കാണാത്ത ഒരു നല്ലൊരു ടൈപ്പ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. താങ്ക് യു. എല്ലാവരും അഭിനയം നല്ലതാണ്. കൊള്ളാം, കണ്ടിരിക്കാം. നല്ല രസമുണ്ടായിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം കൊള്ളായിരുന്നു. സൂപ്പർ ഹീറോ എല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നന്നായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അതെങ്ങനെയുണ്ട് പടം? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. ക്യാമിയോസും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കാണാനുണ്ട്. നല്ല പടമായിരുന്നു. രോഗ എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? കല്യാണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ല പടം. ഓണം മിക്കവാറും ലോക തന്നെ ആയിരിക്കും. സൂപ്പർ ത്രില്ലർ. കല്യാണി പ്രിയദർശിനിയ മേ ബി കരിയർ ബെസ്റ്റ് ടൈം മസ്റ്റ് സേ. എല്ലാം കൊണ്ടും അടിപൊളി. DOP, മ്യൂസിക്, എവറിത്തിങ് ഇസ് ഫൈൻ. ക്ലാസ് ഫസ്റ്റ് ടൈം അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് വിവേക് അനിരുദ്ധ്. വെരി ഗുഡ് വർക്ക്. എക്സലൻറ്റ്. അടിപൊളിയായിരുന്നു. കല്യാണി എങ്ങനെയുണ്ട്? മലയാളത്തിലൊരു യൂണിവേഴ്സ്. കിടിലൻ പടം. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയം പൊളി. പിന്നെ കിടിലൻ ക്യാമികളുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. എല്ലാവരും വന്ന് കാണും. കല്യാണി എങ്ങനെയുണ്ട്? കല്യാണി അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? നല്ല ഫിലിമായിരുന്നു. ഇതുപോലത്തെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മലയാളം ഫിലിം. നല്ല സൂപ്പർ ഫിലിമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. വളരെ ബെറ്റർ ആയിരുന്നു. ലൈക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് കൈൻഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം പ്രതീക്ഷിക്കാമോ? ഞാൻ അടുത്തിടെ കണ്ടതിലൊന്നും ലൈക്ക് ഇറ്റ് വാസ് ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് ദ ആക്ഷൻ ഫിലിംസ്. സോ സൂപ്പറായിരുന്നു. പിന്നെ അതിനനുസരിച്ചുള്ള കുഴപ്പങ്ങളൊന്നും, പക്ഷേ ബെറ്റർ, ഗുഡ്. എല്ലാവരുടെ അഭിനയം കൊള്ളാം. പിന്നെ നമ്മുടെ മെയിൻ നടിയുടെ കല്യാണി വാസ് സോ ഗുഡ്. പിന്നെ നസ്ലിൻ്റെയൊക്കെ വളരെ നല്ലതായിരുന്നു. സോ വളരെ സൂപ്പറായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് എൻഗേജിങ്. നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുത്തുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ബഡ്ജറ്റിൽ 30 കോടി ബഡ്ജറ്റിൽ ആ പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ടല്ല, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ക്യാമിയോസ് ആണെങ്കിലും ആ പടം എനിക്ക് തോന്നുന്നു 2025 ഇങ്ങനത്തെ ഒരു പടം വേറെ ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 100-200 കോടി ബഡ്ജറ്റിലും മലയാളത്തിൽ കോണ്ടന്റ് ബേസിലാണ് പടത്തിനൊരു ഇതുള്ളത്. നമ്മളിപ്പോൾ തമിഴിലാക്കിയാലും അവിടെ നടന്മാർ 100 കോടി, സംവിധായകർ 70 കോടി വാങ്ങുമ്പം കണ്ടന്റിൽ ഒരു കുറവ് വരാറുണ്ട്. പക്ഷേ മലയാളത്തിൽ കൂടുതലും കണ്ടന്റിന് ബേസ് ചെയ്തിട്ടുണ്ടാകും. അത് പണ്ടായാലും ഇപ്പോഴായാലും അങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോക ഇനി വരും ദിവസങ്ങളിൽ അത് നല്ലൊരു ഹിറ്റിലോട്ട് എത്താൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ ഓണമല്ലേ, തൊട്ടപ്പുറത്ത് ആരാണ് നിൽക്കുന്നതെന്ന് അറിയാമല്ലോ, ലാലേട്ടനാണ് നിൽക്കുന്നത്. എന്നാൽ പോലും നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. 2 പടവും ഞാൻ ഇതുവരെ ഹൃദയപൂർവ്വം കണ്ടില്ല, നാളെ കാണണം. 2 പടവും ഒന്നിനൊന്നും മെച്ചമാണെന്നാണ് കേട്ടത്. പക്ഷെ ലോക സൂപ്പർ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും പറഞ്ഞത് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം പ്രതീക്ഷിക്കും? അയ്യോ, ഒരിക്കലും ഇല്ല. അടിപൊളി. നിമിഷമേ അയ്യോ സത്യം. അത് നമ്മൾ ഈ ആക്ടേഴ്സിന് കൂടുതൽ പൈസ കൊടുക്കുക, സിനിമ എടുക്കാൻ കൂടുതൽ പൈസ കൊടുക്കണം എന്നുള്ളത് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്ററിൽ വന്ന് എന്നെ കാണേണ്ട സിനിമയായത്. ഞാനിത് ആലോചിച്ച് തിയേറ്ററിൽ വന്ന് കാണാം. പക്ഷേ ഇത് തിയേറ്ററിൽ ഭയങ്കര മിസ്സായി പോകും. തിയേറ്ററിൽ കാണുന്നത് കല്യാണി പൊളിച്ചു. അടിപൊളി. ഈ ക്യാരക്ടർ അടിപൊളി. നല്ല രസമായിട്ടുണ്ട്. താങ്ക് യു. വളരെ നല്ലതായിരുന്നു. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഈ മൂവിക്ക് വേണ്ടിയിട്ട്. ആക്ച്വലി ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവർ നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രഫി ആണെന്നുണ്ടെങ്കിലും ഡൊമിനിക്കാറിൻ്റെ ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. DQനെ കണ്ടത് ഒരുപാട് സന്തോഷം. പോയി കാണുക എന്ന് പറഞ്ഞാൽ നസ്ലിൻ, കല്യാണി പ്രദേശൻ, ഇവർ മാത്രമല്ല സാൻഡി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസ് ഒന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ഒന്നും പറയുന്നില്ല. ഉറപ്പായിട്ടും കാണണം. നിങ്ങളെല്ലാവരും കാണണം. അത് എനിക്ക് എങ്ങനെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്ര കിട്ടിയ സിനിമയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതൊരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും കാണണം, ഉറപ്പായിട്ടും കാണണം. ഈ ക്യാമറ ആംഗിൾ, ക്യാമറ വർക്ക്, മ്യൂസിക് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.